നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രു ആരാണ്? രണ്ടിനും ഉത്തരം ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ അത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താകും. പക്ഷേ അതിനെ നിയന്ത്രിക്കാതെ വിട്ടാൽ അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശത്രുവായി മാറും. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ചിലപ്പോൾ ശത്രുവിനെ പോലെ പെരുമാറുന്നത്? ഒരു ചെറിയ പരീക്ഷണം നമുക്ക് ചെയ്യാം. ഒരു ദിവസം നിങ്ങളെ 10 പേർ പ്രശംസിച്ചു, ഒരാൾ മാത്രം നിങ്ങളെ വിമർശിച്ചു. ആ ദിവസം രാത്രി കിടക്കുമ്പോൾ ഏത് വാക്കായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ മുഴങ്ങുക? ഉറപ്പായും ആ ഒരു വിമർശനം മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോർ നെഗറ്റീവ് കാര്യങ്ങളെ പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. കാരണം നമ്മുടെ തലച്ചോർ ആദ്യം മുതൽ സന്തോഷത്തിനായി രൂപകൽപ്പന ചെയ്തതല്ല, അതിജീവനത്തിനായാണ് രൂപകൽപ്പന ചെയ്തത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ കാടുകളിൽ ജീവിച്ചിരുന്ന കാലം. ഒരു വേട്ടക്കാരൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അവൻ 2 കാര്യങ്ങൾ കണ്ടു. ഒരു മനോഹരമായ പൂവ്, അടുത്ത് ഒരു കുറ്റിക്കാടിന്റെ അനക്കം. അവൻ പൂവിനെ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന കടുവ അവനെ ആക്രമിച്ചേനെ. അതുകൊണ്ട് അവന്റെ തലച്ചോർ അപകടത്തെ ആദ്യം ശ്രദ്ധിക്കാൻ പഠിച്ചു. അതാണ് അവനെ ജീവനോടെ നിലനിർത്തിയത്. പക്ഷെ ഇന്നത്തെ ഈ കാലത്ത് നമ്മൾക്ക് കടുവകളിൽ നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ തലച്ചോർ ഇപ്പോഴും പഴയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയ തെറ്റ്, ഒരു പരാജയം, ഇവയെല്ലാം അത് വലിയ അപകടങ്ങളായി കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അമിതമായി ചിന്തിക്കുന്നത്, ആവശ്യത്തിൽ അധികം വിഷമിക്കുന്നത്, സ്വയം കുറ്റപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും സത്യമല്ല. കാരണം ചിന്തകൾ വെറും ചിന്തകൾ മാത്രമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു വീടിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയാണെന്ന് കരുതുക. റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നു. കാറ്, ബസ്, ലോറി, ജീപ്പ്. നിങ്ങൾ അവയിലൊന്നും കയറുന്നില്ല. നിങ്ങൾ അവയെ വെറുതെ നോക്കി കാണുന്നു. ചിന്തകളും അതുപോലെ തന്നെയാണ്. അവ വരും, പോകും, മാറും, അപ്രത്യക്ഷമാകും. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നു, എനിക്ക് കഴിയും. മറ്റൊരു ചിന്ത വരുന്നു, ഞാൻ പരാജയപ്പെടും. അത് ആരാണ് കാണുന്നത്? അത് ചിന്തകളെ കാണുന്ന ആ വ്യക്തിയാണ്. അതാണ് യഥാർത്ഥ നിങ്ങൾ. നിങ്ങൾ ചിന്തകളല്ല, നിങ്ങൾ ചിന്തകളെ നിരീക്ഷിക്കുന്ന ആളാണ്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എപ്പോഴും ഇങ്ങനെ പറയാണ്, നിന്നെക്കൊണ്ടിത് പറ്റില്ല, നിനക്ക് മറ്റുള്ളവനെ പോലെ നീ അത്ര നല്ലവനല്ല. അപ്പോൾ ആ ഉള്ളിലെ ശബ്ദം പതുക്കെ നിങ്ങളുടെ ശത്രുവായി മാറും. ഓരോ തവണയും നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കും. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ, ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എനിക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷെ ഞാൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ ഇന്നലത്തേക്കാൾ മികച്ചവനാവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തായി മാറാൻ തുടങ്ങും. എങ്ങനെ മനസ്സിനെ നല്ല സുഹൃത്താക്കി മാറ്റാൻ പറ്റും? നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക. ദിവസത്തിൽ പലതവണ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഞാൻ ഇപ്പോൾ എന്നോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഈ ചിന്ത എന്നെ സഹായിക്കുകയാണോ അതോ എന്നെ തടയുകയാണോ? അടുത്ത പടി, നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റി സ്ഥാപിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. നിങ്ങളുടെ തലച്ചോറിനെ വീണ്ടും പരിശീലിപ്പിക്കുന്ന ഒരു രീതിയാണിത്. ഓരോ തവണയും നിങ്ങൾ സ്വയം പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ പിന്തുണ നൽകുന്ന രീതിയിൽ പരിശീലിപ്പിക്കുകയാണ്. പരിശീലനം തുടങ്ങുമ്പോൾ നിങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങും. നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളിൽ നിന്നും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായി മാറും. നിങ്ങളുടെ മനസ്സ് ശത്രുവിൽ നിന്ന് സുഹൃത്തായി മാറുന്ന നിമിഷം. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങൾ നിശ്ചയിക്കുന്നതല്ല, അത് നിങ്ങൾ നിങ്ങളോട് നടത്തുന്ന സംഭാഷണങ്ങളാൽ നിശ്ചയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനോട് സൗഹൃദം സ്ഥാപിക്കുക. നിങ്ങൾ ദിവസം മുഴുവൻ കേൾക്കുന്ന ശബ്ദം നിങ്ങളുടെ സ്വന്തം ശബ്ദമാണ്.
ആ ശബ്ദം നിങ്ങളെ തകർക്കുന്നതല്ല, നിങ്ങളെ ഉയർത്തുന്നതാകട്ടെ. മനസ്സിനെ സുഹൃത്താക്കാനുള്ള കുറച്ച് വഴികൾ. നിങ്ങൾ എല്ലാ ചിന്തകളെയും വിശ്വസിക്കരുത്. നെഗറ്റീവ് ചിന്ത വന്നാൽ ചോദിക്കൂ, ഇത് ഒരു വസ്തുതയാണോ അതോ ഒരു ചിന്ത മാത്രമാണോ? ദിവസവും കുറച്ച് സമയം മനസ്സിനെ നിരീക്ഷിക്കാൻ പഠിക്കൂ. മെഡിറ്റേഷൻ, പ്രാർത്ഥന അല്ലെങ്കിൽ അല്പനേരം നിശബ്ദനായി ഇരിക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ മനസ്സ് ശത്രുവല്ല, അത് നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ അത് പഴയ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മനസ്സുമായി യുദ്ധം ചെയ്യരുത്. അതിനെ മനസ്സിലാക്കൂ, അതിനെ പരിശീലിപ്പിക്കൂ. കാരണം നിങ്ങൾ മനസ്സിനെ നിയന്ത്രിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ ഏറ്റവും വിശ്വസ്തനായ ഒരു നിങ്ങളുടെ സുഹൃത്തായി മാറും. താങ്ക് യു.